ഭാഗം 24. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയാലും അവൾക്ക് ഫോൺ വിളിക്കാനും പറ്റില്ല. കുറച്ചു സമയം അനന്തു മൗനമായിരുന്നു. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, വീട്ടിലെ പ്രശ്നമാണെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഉപദ്രവമൊന്നുമില്ലല്ലോ. അവന് പരിഭ്രാന്തിയായി. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഫോൺ വിളിക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തേലും ഒരു വഴി നോക്കിയിട്ട് നീതുവിനെ അറിയിക്കാം. തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ കൊടുക്കാമെന്ന് വെച്ചാലും വീട്ടിൽ പിടിച്ചാൽ പിന്നെ പ്രശ്നമല്ലേ? അത് വേണ്ട ചേട്ടാ, അത് പ്രശ്നം വലുതാക്കും. ഞാൻ വന്നാലോ എന്ന് ആലോചിക്കുക. വേണ്ട ചേട്ടാ, ട്രെയിനിങ് തീരട്ടെ, അത് കഴിഞ്ഞു വന്നാൽ മതി. ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ചേട്ടൻ ഇതിനിടയിൽ ട്രെയിനിങ് ഇട്ട് വന്നാൽ അവൾക്കത് വിഷമമാകും. അവൾ ഒരുപാട് പ്രതീക്ഷയോടിരിക്കുകയാണ്. പാതി സമ്മതത്തിൽ അവൻ ഫോൺ വെച്ചു. ഒരു മാസം രണ്ടുപേർക്കും കഠിനമായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ കാണണമെന്ന മനസ്സോടെയാണ് അവൻ നാട്ടിലേക്ക് ട്രെയിനിങ് പൂർത്തിയാക്കി യാത്ര തിരിച്ചത്. അവൻ അവളില്ലായ്മയിൽ ഉരുകുകയായിരുന്നു. ദിവ്യയെ വീട്ടിൽ നിന്നും നേരെ കൊണ്ടുവിട്ടത് ദീപ്തിയുടെ വീട്ടിലേക്കാണ്. അവധി ആയതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ കൊണ്ട് നിർത്താൻ ദീപ്തി അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു. അത് ചേച്ചിയുടെ ഒരു തന്ത്രമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ജയിലിൽ കിടക്കുന്നത് പോലെയാണ്. എവിടെ പോയാലും ചേച്ചി ഒപ്പമുണ്ടാവും. ആരെയും വിളിക്കാനും സംസാരിക്കാനും സാധിക്കാത്ത അവസ്ഥ. അച്ഛനോടൊന്നും പറയാനും പറ്റില്ല. വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു അവൾ. വൈകിട്ടത്തെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് വിവേക്. അടുത്ത് തന്നെ വെജിറ്റബിൾ കുറുമയും വെച്ചുകൊണ്ട് ഇഷയുമുണ്ട്. പെട്ടെന്നാണ് ഫോൺ അടിച്ചത്. അവൻ നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ്. അവൻ ഫോൺ എടുത്തു. എന്താ അമ്മേ, നീ എന്നാ വരുന്നത്? എന്താ ഇപ്പോൾ അത്യാവശ്യം എന്ന് വെച്ചാൽ ചേട്ടൻ വന്നിരുന്നു. എങ്ങനെയെങ്കിലും കല്യാണം ഉടനെ നടത്തണമെന്ന് ഏട്ടനും ഏട്ടത്തിയും പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ അറിയാതെ ഞാനെങ്ങനെയാ അവരോട് പറയുക? പെട്ടെന്ന് വിവേകിൽ ഒരു പരിഭ്രമം നിറഞ്ഞു. അവൻ കറിയുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഇഷയെ നോക്കി. അവൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്താ വിവി? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, അമ്മയാ വീട്ടിൽ നിന്ന്. പിന്നെന്താ പെട്ടെന്ന് കട്ട് ചെയ്തത്? അത്യാവശ്യ കാര്യമൊന്നുമില്ല, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി. എനിക്ക് ഓഫീസിലേക്ക് അത്യാവശ്യമായൊന്ന് വിളിക്കണം. നീ ഇതൊന്ന് നോക്ക്, ഞാൻ വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞവൻ ഫോണുമായി നടന്നു. അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു. എന്താടാ ആദ്യം ഫോൺ കട്ട് ചെയ്തത്? ഞാനൊരു തിരക്കിലായിരുന്നു. എന്താണിപ്പോൾ അമ്മാവൻ പെട്ടെന്ന് വരാൻ? അറിയില്ല, ഏട്ടനെ കല്യാണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടത്തണമെന്ന് ഏട്ടത്തി അങ്ങനെയാ പറയുന്നത്. അവൾ പഠിച്ചു തീരാൻ ഇനി 1 വർഷം കൂടിയില്ലേ? കല്യാണം കഴിഞ്ഞ് പഠിച്ചാൽ മതിയെന്ന് അവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ അമ്മാവൻ ആദ്യം പറഞ്ഞത്. അവൾക്കും കൂടി എന്തെങ്കിലും ജോലിയാകുമ്പോഴേക്കും മതിയെന്നല്ലേ? ഏട്ടത്തിക്കാണ് നിർബന്ധം. അല്ലെങ്കിലും ഏട്ടൻ്റെ തീരുമാനങ്ങൾക്കല്ലല്ലോ, ഏട്ടത്തിയുടെ തീരുമാനങ്ങൾക്കല്ലേ അവിടെ വില. ഏട്ടനെ കൊണ്ട് ഒരക്ഷരം സംസാരിപ്പിച്ചില്ല. ഏട്ടത്തെയാണ് സംസാരിച്ചത് മുഴുവൻ. എങ്ങനെയും പെട്ടെന്ന് നടത്തണമെന്നാണ് ആവശ്യം. എൻ്റെ സംശയം ആ പെണ്ണ് വല്ല കുരുത്തക്കേടും കാണിച്ചോന്നാണ്. ഇല്ലെങ്കിൽ എങ്ങനെ ധൃതി കൂട്ടുമോ? എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് എത്തി നിൽക്കുന്നത്. എന്തു കുരുത്തക്കേട്? ആകാംക്ഷയോടെ അവൻ ചോദിച്ചു. അല്ല, സാധാരണ വല്ല പ്രേമമോ മറ്റും ഉണ്ടാകുമ്പോഴാണല്ലോ കല്യാണം നടത്താൻ തിരക്ക് കൂട്ടുന്നത്. ഇനി വല്ലവൻ്റെയും പ്രേമിച്ചതിനെ നിന്റെ തലയിൽ കെട്ടിവെക്കാനാണോ? ചേച്ചി കിടന്ന് തിരക്ക് കൂട്ടുന്ന കണ്ട് എനിക്കൊരു സംശയം. നമുക്കൊന്നുകൂടി അന്വേഷിച്ചിട്ട് മതിയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതിനാണ് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചത്. നീ നിന്റെ കൂട്ടുകാരെ ആരെങ്കിലും കൊണ്ട് അവളെക്കുറിച്ച് അന്വേഷിപ്പിക്കൂ. എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഉണ്ടെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കുമോ? വിവേക് അമ്മയോട് ചോദിച്ചു. അമ്മാവൻ്റെ റോഡ് സൈഡിൽ അത്രയും സ്വത്ത് വേണ്ടെന്ന് അമ്മ വെക്കൂ? ഒരു നിമിഷം കൂടി വിവേക് ചോദിച്ചു. എങ്കിലും മോനെ, അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെയാ? ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു വിഷയമേ അല്ല. ഓരോരുത്തരും ലിവിങ് ടുഗദർ നടത്തിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോഴാണൊരു പ്രേമം. അതൊന്നും ആയിരിക്കില്ല. അമ്മായിയുടെ സ്വഭാവമല്ലേ. എന്തെങ്കിലും ചെറിയ സംശയം തോന്നിയിട്ടുണ്ടാവും, അല്ലാതെ മറ്റൊന്നും അവൾക്ക് ധൈര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു സംശയം നാമ്പിട്ടു. പലവട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത അനന്തുവിൻ്റെ സമീപനമായിരുന്നു അതിനു മുൻപിൽ. ഒരു നിമിഷം വിവേകും സംശയിച്ചിരുന്നു. ഞാൻ എന്തായാലും വിളിക്കാം. ഒരു നിമിഷം വിവേക് ഒന്ന് ആലോചിച്ചു. അനന്തു ദിവ്യയെ വിവാഹം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലാഭം മാത്രമാണ് അവനുള്ളത്. താൻ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തുകയും സ്വത്തുമാണ് അവന് ലഭിക്കാൻ പോകുന്നത്. അത് മതിയെന്ന് അവൻ വിചാരിച്ചാൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾക്കും അവനെയാണ് ഇഷ്ടം. ആ ബന്ധം ശക്തമായ ഏതുകൊണ്ടായിരിക്കാം അവൻ ഫോൺ എടുക്കാത്തത് എന്ന ഭയം അവനിൽ നിറഞ്ഞിരുന്നു. ഒരു വട്ടം കൂടി തൻ്റെ മൊബൈലിൽ നിന്നും അനന്തുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 വട്ടം മുഴുവനായി റിങ് ചെയ്ത് അവസാനിച്ചുവെങ്കിലും 3-ാമത്തെ വട്ടം ഫോൺ കട്ട് ചെയ്തതാണെന്ന് വിവേകിന് മനസ്സിലായി. അവൻ്റെ മനസ്സിൽ ഒരു വലിയ സംശയം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് അവന് തോന്നി. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നൊരു തീരുമാനത്തിൽ വിവേക് എത്തിയിരുന്നു.
ഈ സമയം ട്രെയിനിൽ യാതൊരു സമാധാനവും ഇല്ലാതെയുള്ള യാത്രയിലായിരുന്നു അനന്തു. അവളോടൊന്നും സംസാരിക്കാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പോലും അവന് തോന്നിയിരുന്നു. ഇപ്പോൾ 1 മാസം അടുക്കാറാകുമ്പോൾ ആ ശബ്ദമൊന്ന് കേൾക്കാതെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് പരിചയമില്ലാത്തൊരു ലാൻഡ് നമ്പറിൽ നിന്നും ഫോൺ വന്നത്. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ ഫോൺ എടുത്തു. അനുവേട്ട. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ഉത്സാഹം കൈവന്നതുപോലെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ കിട്ടാത്ത അവസ്ഥ വന്നു. മോളെ, നീ എവിടെയാ? എവിടുന്നാ വിളിക്കുന്നത്? എന്താ പറ്റിയത്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? നിരവധി ചോദ്യങ്ങളായിരുന്നു അവന് ചോദിക്കാനുണ്ടായിരുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിലാണ്. അവരെല്ലാവരും അപ്പുറത്തെ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് പോയിരിക്കുക. ആ സമയം നോക്കി ഞാൻ വിളിച്ചതാ. അനുശേഷന് എവിടെയാ? ഞാൻ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എരിയുന്ന മനസ്സിന് അല്പം ശമനം വരുന്നത് അവൾ അറിഞ്ഞു. എന്താടി സംഭവിച്ചേ? എന്തു പറ്റിയതാ? എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? 1 സെക്കൻഡിൽ തന്നെ കുറേ ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. ചേച്ചിക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? അതിനാരെങ്കിലും എന്നോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചിട്ട് വേണ്ടേ? എന്നോട് ഈ കാര്യത്തെപ്പറ്റി ചോദിക്കുന്നു പോലുമില്ല. അതിന് പകരം എന്നെ മാറ്റുകയും ഫോൺ മാറ്റുകയുമാണ് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചാലല്ലേ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി പറയാൻ പോലും പറ്റുകയുള്ളൂ. ചേച്ചി അറിഞ്ഞു എന്നത് ഉറപ്പാണോ? അതോ ഇനി എന്തെങ്കിലും സംശയമാണോ? അല്ല, അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പാണ്. ചേച്ചിയുടെയും അമ്മയുടെയും പ്രവൃത്തികളിൽ നിന്നും അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നാളെ രാവിലെ അവിടെ എത്തും. അപ്പോൾ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്താണെങ്കിലും ഞാൻ വീട്ടിൽ വരാം, സംസാരിക്കാം. അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു. ഇപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. അച്ഛൻ കാര്യം അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അച്ഛനോട് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എങ്ങനെയാണെങ്കിലും ഞാൻ നാളെ വീട്ടിലെത്തും. ഇവിടെ പ്രശ്നമുണ്ടാക്കിയാണെങ്കിലും വീട്ടിലെത്തും. അതിനുശേഷം ഞാൻ വിളിക്കാം. എങ്ങനെ കാണാമെന്ന് പറയാം. അവൻ ആശ്വാസം നൽകിയവൾ. ഇനി എപ്പോഴാ ഫോൺ വിളിക്കുക? എങ്ങനെയെങ്കിലും വിളിക്കാം അനുവേട്ട. സമാധാനമായിരിക്കെ. ശരി. പെട്ടെന്ന് തന്നെ അവൾ കോൾ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഉമ്മറത്തു നിന്ന് സംസാരം കേട്ടിരുന്നു. കയറി വന്നതും നടുവിൽ നിൽക്കുന്ന ദിവ്യയാണ് കണ്ടത്. അവളുടെ മുഖത്തെ പരിഭവം കണ്ടപ്പോൾ തന്നെ രംഗം പന്തിയല്ലെന്ന് തോന്നിയിരുന്നു. പക്ഷെ അവളോടൊന്നും ചോദിക്കാനും വയ്യ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്പം ധൈര്യം സംഭരിച്ച് ദീപ്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താടി? ഒന്നും മനസ്സിലാവാത്ത പോലെ അവൾ ചോദിച്ചു. എനിക്ക് നാളെ വീട്ടിൽ പോകണം. എന്താ ഇത്ര അത്യാവശ്യം? അങ്ങോട്ട് ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് അച്ഛനെ കാണണം, പിന്നെ ലൈബ്രറി പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈബ്രറിയിലെ 2 ബുക്ക് എൻ്റെ കയ്യിലിരിക്കുക. അത് കൊണ്ട് കൊടുക്കണം. അത് കുഴപ്പമില്ല, അച്ഛനോട് പറയാം ലൈബ്രറി കൊണ്ട് ബുക്ക് കൊടുക്കാൻ. ദീപ്തി പരിഹാരം കണ്ടുപിടിച്ചു. എനിക്ക് പോകണം. എന്നെ എന്താ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണോ? അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഞാനെന്താ ജയിൽ പുള്ളിയാണോ? അതുമാത്രമല്ല, എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് വീട്ടിൽ പോകണം. ശരി, ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിൽ നിന്നെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ബസ്സിലൊക്കെ പോകാൻ എനിക്കറിയാം. ഞാൻ തന്നെ പൊയ്ക്കോളാം. ചേച്ചി വിട്ടാൽ മതി. നീ എന്താ ശത്രുക്കളോട് പെരുമാറുന്ന പോലെ? എനിക്ക് ആരോടും ഒരു ശത്രുതയില്ല. ശത്രുതയോട് പെരുമാറുന്നതൊക്കെ നിങ്ങളല്ലേ. മോളെ, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. പഠിക്കുന്ന കാലത്ത് ചേച്ചിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ചേച്ചി വേണ്ടെന്ന് വെച്ചത് നമ്മുടെ വീടിനും വീട്ടുകാർക്കും വേണ്ടിയാണ്. അച്ഛനും അമ്മയും കാണിച്ചു തന്ന ഒരാളിനെ ചേച്ചി വിവാഹം കഴിച്ചതുകൊണ്ട് ജീവിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ചേച്ചി ഇഷ്ടപ്പെട്ട ആളെയായിരുന്നു കല്യാണം കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും ചേച്ചിയുടെ ജീവിതം ഇത്രത്തോളം നന്നാവുമായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ജീവിച്ചു തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. ജീവിതമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദൂരത്താണ്. ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ തീരുന്ന ഒന്നല്ല ജീവിതം. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. സ്നേഹം പുഴുങ്ങിയെടുത്താൽ അത് ഭക്ഷണം ആവില്ല. അതിന് കാശ് തന്നെ വേണം. അല്ലാതൊന്നും നടക്കില്ല. സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ ചട്ടമ്പിയായി നടക്കുന്ന ഒരുത്തിനോട് പ്രേമം തോന്നുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് കയറുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. സിനിമകളിലും കഥകളിലും ഒക്കെ വായിക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് ഇന്നലെ കണ്ട ഒരുത്തനെ നന്നാക്കാമെന്നുള്ള ചിന്തയൊക്കെ പെൺകുട്ടികൾക്കുണ്ടാവും. പക്ഷെ അത് വെറും ഒരു ഫാൻറ്റസി മാത്രമാണെന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഒരാൾക്കൊരാളുടെ ക്യാരക്ടറുണ്ട്. അതാരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായി എന്നും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരുടെയും തനി സ്വഭാവം പുറത്തു വരും. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അത് വേണ്ട മോളെ. ആ ബന്ധം അത് നമുക്ക് ശരിയാവില്ല. ചട്ടമ്പിയായ ഒരുത്തൻ
കള്ളും കുടിച്ച് വഴക്കുണ്ടാക്കി നടക്കുന്ന ഒരുവൻ. അങ്ങനെയുള്ള ഒരുവൻ വിവാഹം കഴിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളെ എതിർത്ത് വിവാഹത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിനക്കൊരാവശ്യം വന്നാൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഭീഷണിപ്പെടുത്തുന്നതല്ല. ഇത്ര നാളും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇന്നലെ കണ്ട് ഒരുത്തൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ വയ്യാത്ത കൊണ്ട് പറയാം. അച്ഛനും അമ്മയും കണ്ടുപിടിക്കുന്നത് നല്ല ബന്ധമായിരിക്കും. ചേച്ചിയുടെ കാര്യത്തിൽ അത് അങ്ങനെ നടന്നു. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ചേച്ചിക്ക് എന്നോട് ഉറപ്പ് പറയാൻ പറ്റുമോ? വിവേകിന് എന്താ കുഴപ്പം? നല്ല ജോലിയില്ലേ, സൗന്ദര്യമില്ലേ? നിനക്ക് വേണ്ടി അച്ഛനും അമ്മയും ഒരു മോശം ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയ്ക്കും അന്വേഷിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ചേച്ചി. ഒന്നാമതേ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അച്ഛൻ അന്വേഷിക്കില്ല. അവർക്ക് പരിമിതികളുണ്ടാവും. ചക്കയോ മാങ്ങയോ ഒന്നും അല്ലല്ലോ പൊളിച്ചു നോക്കി നമുക്ക് എടുക്കാൻ. എന്തായാലും അച്ഛനും അമ്മയും കണ്ടുപിടിച്ച ആളേക്കാൾ എനിക്ക് ഏത് പാതിരാത്രിയിലും വിശ്വസിക്കാവുന്ന ഒരാളാണ് ചേച്ചി ഇപ്പം പറഞ്ഞ ഈ ചട്ടമ്പി. ഒരാളെ പറഞ്ഞു തിരുത്തി നന്നാക്കാമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ മാറുന്നൊരു സ്വഭാവമല്ല അനുവേട്ടൻ്റെ. അനുവേട്ടൻ്റെന്നല്ല, ആരുടെ സ്വഭാവം അങ്ങനെയല്ല. നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല, പക്ഷെ തിരുത്താൻ പറ്റും. അവരവരായി തന്നെ ഇരിക്കണം. അതെന്താണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ കഥകളും സിനിമകളും കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടതല്ല. സ്വഭാവം മാറുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചേച്ചിക്ക് കേട്ടിട്ടേ ഉള്ളൂ ആളെപ്പറ്റി. എനിക്ക് പരിചയമുണ്ട്. എന്താണെന്ന് യഥാർത്ഥ സ്വഭാവം എന്ന് ചേച്ചിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് മാസങ്ങളുടെയെങ്കിലും പരിചയമുണ്ട്. അത് രണ്ട് പരിചയമാണ് ചേച്ചി. ചേച്ചി വിചാരിക്കുന്ന പോലെ അനുവേട്ടൊരു ചട്ടമ്പിയൊന്നുമല്ല. കൂട്ടുകാർക്കൊപ്പം ചില അടിപിടി കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. കള്ളു കുടിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കാറുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ വിവേകിനേക്കാൾ വിശ്വസിക്കാൻ പറ്റും. അതെനിക്ക് 100% ഉറപ്പാണ്. എന്താണതിന് തെളിവുള്ളത്? ദീപ്തി ചോദിച്ചു. കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കാശ് കൊടുത്ത് പ്രേമിപ്പിക്കാൻ നിൽക്കില്ലെന്ന് ഉറപ്പ്. അവൾ പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല ദീപ്തിക്ക്. പക്ഷേ അവളുടെ മുഖഭാവത്തിൽ നിന്നും അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.